ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ 13,000 PFI ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ അക്കൗണ്ടുകൾ ഇന്ത്യ നോട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൽ 10,000 എണ്ണവും മലയാളികളുടെയാണ്. അപ്പൊ PFIക്ക് പണമടച്ച 10,000-ഓളം വിദേശ മലയാളികൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ പറ്റാത്ത വിധം കുടുങ്ങിയിരിക്കുകയാണ്. എവിടെയെങ്കിലും അവർ ഇന്ത്യൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്ത് അകത്തോട്ട് പോകും. പിന്നെ ഭൂലോകം എന്ന് കാണുമെന്നുള്ളത് അറിയത്തില്ല. കാരണം PFIക്കാരനകത്ത് കിടപ്പുണ്ട്, അവന്റെ കൂടെ കൊണ്ടിടും എന്ന് പറഞ്ഞ പോലെ ഒരവസ്ഥ ഇപ്പൊ വരികയാണ്. ഇനി ഇതിനകത്ത് നേതാക്കന്മാരുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും സംഘടന ഉണ്ടാക്കുകയും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ഇന്ത്യ വിരുദ്ധ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും നരേന്ദ്രമോദിയെ ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാര് ഇപ്പൊ പലരുടെയും പേര് ബൈജുവിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഈ ചർച്ച കാണുന്ന ഒത്തിരി പേരുടെ മനസ്സിൽ ഒത്തിരി പേരുടെ പേരും വന്നിട്ട് കാണും. ആ ആൾക്കാരൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താണെന്നറിയാവോ? എന്ന അജ്ഞാതന്റെ മുമ്പിൽ പോയി പെടുക എന്നുള്ളതാണ്. കാരണം ഒരു വശത്തൂടെ അജ്ഞാതൻ കയറും, മറുവശത്തൂടെ സർക്കാരും കയറും. അതായത് പഞ്ചാബിലുള്ള 10 ലക്ഷം സിഖുകാർ, അതായത് കനേഡിയൻ സിഖുകാർ, അവരുടെ സ്വത്തുക്കൾ കെട്ടുകയും അവർക്കെതിരെ നിയമ നടപടി വരികയും ചെയ്യുന്നു എന്നുള്ളത് വന്നപ്പോഴാണ് NDP എന്ന് പറയുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ട്രൂഡോയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചത്. എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് കടിച്ച പാമ്പിനെ വരുത്തി വിഷമെടുപ്പിക്കുക ചെയ്തത്. NDP എന്ന് പറയുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി, ഖാലിസ്ഥാന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന പാർട്ടി, ആ പിന്തുണ പിൻവലിച്ച് സമസ്താപരാധം പറഞ്ഞ് മോഡിയുടെ മുമ്പിൽ വീണ് നിലവിളിച്ചിട്ടാണ് പിന്തുണ പിൻവലിച്ചതെന്ന് ഓർക്കണം. അപ്പോ അങ്ങ് കാനഡയിലെ NDP എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കൊണ്ട് ആണ് ഈ ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിലെത്തിയതെങ്കിൽ അതേ പാർട്ടിയെ ഉപയോഗിച്ച് ജസ്റ്റിൻ ട്രൂഡോയെ വലിച്ച് താഴെയിട്ട ആളിന്റെ പേരാണ് സാക്ഷാൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ആ മോദിക്ക് കാനഡ പഠിച്ച് താഴെയിടാമെങ്കിൽ കേരളം എന്താ സംഭവം? ഒരു ചുക്കുമല്ല. അപ്പൊ സംഭവിക്കാൻ പോകുന്ന ഇതാണ്. വിദേശ രാജ്യത്ത് സുഖമായിട്ട് ഇരുന്നുകൊണ്ട് ഇന്ത്യ ചീത്ത പറയുന്നവനും, ഇന്ത്യക്കെതിരെ പോസ്റ്റ് ഇടുന്നവനും, ഇന്ത്യക്കെതിരെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവനും, അതിനുവേണ്ടി ഫണ്ട് പിരിക്കുന്നവനും ഇപ്പോൾ രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. ഒന്നെങ്കിൽ അജ്ഞാതനെ നേരിടുക, അല്ലെങ്കിൽ ജയിലിലേക്ക് പോവുക. അപ്പോൾ ഏതാണ്ട് കേരളത്തിലെ തീവ്രവാദികളുടെ കാര്യത്തിലും തീരുമാനമായി. ഇത് കണ്ണും മൂക്കുമുള്ളവൻ മനസ്സിലാക്കണം. കാരണം കാനഡയിൽ ഇത് ചെയ്യാമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ? രക്ഷിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കാണുകയില്ല, രക്ഷിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും കാണുകയില്ല, രക്ഷിക്കാൻ ഒരു കോടതി ഉണ്ടാവില്ല. അതുകൊണ്ട് കേരളത്തിൽ വാല് പൊക്കിച്ചാടുന്ന ഇവിടുത്തെ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന, അതായത് ദേശീയവാദികൾ നടത്തുന്ന ഏതൊരു കാര്യത്തിന്റെ അടിയിൽ വന്ന് ചീത്ത വിളിക്കുകയും കമന്റ് ഇടുന്നവരോടും തന്നെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങളെല്ലാം ചുണ്ണാമ്പ് തൊട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറയുന്നത് ചുണ്ണാമ്പ് തൊട്ട് വെക്കാന്ന് എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചു, അടയാളപ്പെടുത്തി കഴിഞ്ഞു. കാരണം ഇവനൊക്കെ ഇത് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ കൂടിയാണ്. ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ്, ഡാറ്റ ഫുള്ളായിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് പൊക്കിയിട്ടുണ്ടാവും. കേന്ദ്രത്തിന് അതിനുള്ള സംവിധാനം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. PFI ഒരു വിമാനം നിറയെ PFI അടിച്ചുകൊണ്ട് പോയപ്പം കേരളം അറിഞ്ഞില്ല എന്ന് അറിയാമല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈ ചർച്ച കാണുന്ന, വിദേശത്തിരുന്നു കൊണ്ട് ഇന്ത്യയെ ചീത്ത പറയുന്ന, ഭാരതീയതയെ ചീത്ത പറയുന്ന, നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ നടക്കുന്ന വിഘടനവാദങ്ങൾക്ക് പണം കൊടുക്കുകയും പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കുമുള്ള മുന്നറിയിപ്പാണ് ജസ്റ്റിൻ ട്രൂഡോ. അതുകൊണ്ട് നിങ്ങളെല്ലാം ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു പടം മേടിച്ച് നിങ്ങളെ മുഖക്കണ്ണാടിയോട് ചേർത്ത് സ്ഥാപിക്കുന്നത് നല്ലതാണ്. രാവിലെ കണ്ണാടി നോക്കുമ്പോൾ ട്രൂഡോയെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം ട്രൂഡോയുടെ ഗതിയായിരിക്കും ഇവർക്കെല്ലാം വരാൻ പോകുന്നത്. മറ്റൊന്നാണ് സാർ, ഇപ്പോ ഇസ്രായേലിന്റെയും ഈ പലസ്തീന്റെയും വിഷയത്തിലൊക്കെ സകല ഇസ്ലാമിക രാജ്യങ്ങൾ, ഇപ്പൊ സാർ ഇറാന്റെ പേര് പറഞ്ഞു, സൗദിയുടെ പേര് പറഞ്ഞു, ഖത്തർ, ഒട്ടേറെ എല്ലാ രാജ്യങ്ങളും, തുർക്കി അടക്കമുള്ള ഇവരൊക്കെ സഹകരിച്ചു കൊണ്ട് ഈ പറയുന്ന ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സിസ്റ്റം. എന്നാൽ ഇത് വേൾഡ് വാറിലേക്ക് നീങ്ങുമോ എന്നൊരു ഭയാനകമായിട്ടുള്ള, വേണ്ട ആണവായുധത്തിലേക്ക് നീങ്ങുമോ എന്നൊരു ഭയാനകമായിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ട് എന്നുള്ളത് ചില ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അഭിപ്രായം പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു അവസ്ഥ കൂടി എന്തായിരിക്കും സാർ? അതുകൂടി എടുത്ത് പറയുകയാണെങ്കിൽ, കാരണം അമേരിക്കയായാലും ഭാരതമായാലും ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് എന്തായി മാറും എന്നുള്ള അവസ്ഥയുടെ ചെറിയൊരു പ്രതീക്ഷ പറയാനുള്ളത്. അതായത് പണ്ട് ഈ കേരളത്തിൽ നടന്ന ഒരു സംഭവം പറയാം. ഈ 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത്
ഈ ബ്രിട്ടന്റെ ഭാഗത്തായിരുന്നു ഭാരതം. അപ്പൊ ബ്രിട്ടൻ എതിരായിട്ടുള്ള കക്ഷികൾ ഒരുപക്ഷെ ഇന്ത്യയെ ആക്രമിച്ചേക്കും എന്നുള്ള ഒരു വാർത്ത വന്നു. ആ വാർത്ത വരുമ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇവിടെ ഭരിക്കുന്നത് രാജാവാണ്. അപ്പോൾ രാജാവിന്റെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ ചെയ്ത ഒരു പണി പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. കടൽ തീരത്ത് പൊക്കമുള്ള തെങ്ങിന്റെ മണ്ട മുറിച്ചിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ വെള്ളച്ചായം അടിച്ചിട്ട് നടുക്കൊരു കറുത്ത പൊട്ടിട്ട് വെച്ചു. മുകളിൽ വന്ന് ആകാശ നിരീക്ഷണം നടത്തുന്ന വിമാനങ്ങൾ നോക്കുമ്പോൾ താഴേന്ന് പീരങ്കികൾ നിരത്തി വെച്ചിരിക്കുക. ഒരു ചുക്കും ഇല്ല. തെങ്ങിന്റെ തല വെട്ടിയതാന്നുള്ളത് നമുക്ക് അറിയത്തുള്ളൂ. അപ്പോ ബോംബിടാൻ വരുന്നവൻ ഇത് കാണുമ്പോ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഒന്നും ചെയ്യാൻ തോന്നുകയല്ല, അവൻ വിട്ടുപൊക്കോളും എന്ന് പറഞ്ഞ പോലെയുള്ള ചില പ്രതിരോധങ്ങൾ. ആ പ്രതിരോധങ്ങളാണ് ഇവരിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിരോധങ്ങൾ. അത്രേ ഉള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ഈ മഹാശക്തിക്കെതിരെ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് സാധ്യമല്ല. ഒരു രീതിയിലും ഈ പറഞ്ഞ ശക്തികളെ ഇവർക്ക് തോൽപ്പിക്കാനും പറ്റില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പിൻവാങ്ങാൻ തയ്യാറാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിച്ചിരിക്കാം, അവർക്ക് മാന്യമര്യാദയായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഭാരതത്തിലുണ്ടാവും. അതല്ല, വിദേശ ശക്തികൾ എല്ലാവരും തന്നെ ഇപ്പോ കാണുന്നത് എന്താണെന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഇറാനിൽ കണ്ടത്. ഇപ്പൊ ഇറാനെ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട്, ഇറാൻ ചുട്ടുകളെയും പോച്ചുകളെയും, ഇറാനെ തൊടാനൊന്നും പറ്റിയല്ല. ഇസ്രായേൽ എന്താ ചെയ്ത്? ഇറാന്റെ ആണവായുധ സങ്കേതങ്ങളടക്കം അടയാളപ്പെടുത്തി വെച്ചിരുന്ന മുഴുവൻ സ്ഥലവും തവിട്ട് പൊടിയാക്കി ബോംബിട്ട് മിസൈലിട്ട് തകർത്ത് കളഞ്ഞു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇറാന്റെ കയ്യിൽ ആണവായുധമൊന്നുമില്ല, വെറുതെ ഭയപ്പെടുത്തതാണ്. നമ്മളെ ഈ സർ CP തെങ്ങിന്റെ മണ്ട കാണിച്ച് വേടിപ്പിച്ചെന്ന് പറഞ്ഞ പോലെ ഒരു സാധനമാണ്. അല്ലാതെ അവരുടെ കയ്യിലൊന്നും ഇല്ല. അവരുടെ മുഴുവൻ ഫൈറ്റർ പ്ലെയിനുകളും അവരുടെ ആയുധങ്ങളും പഴഞ്ചരായിരുന്നു, പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോ ഇസ്രയേൽ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യത്തിന്റെ മുമ്പാകെ സത്യം പറഞ്ഞാൽ ഇറാൻ ഇപ്പൊ യുദ്ധത്തിൽ തോറ്റു നിൽക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇനിയും യുദ്ധം നിർത്താത്തത് എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഹമാസ് തവിടുപൊടിയായി, സാധനം ഇല്ല. പാലസ്തീൻ എഴുന്നേറ്റ് നിൽക്കാൻ മേലാത്ത വിധം അവശമായി നിലത്ത് വീണു. അതിനെതിരെ ചാടിക്കഴിക്കാൻ വരുന്ന ഇറാന് എടുത്തിട്ട് കിട്ടി. അവന്റെ കയ്യിൽ ഒരു പൂട്ടക്കായും ഇല്ല എന്നുള്ളത് ലോകത്തിന് മനസ്സിലായി. എന്തുകൊണ്ടാണ് എന്നിട്ടും ഇസ്രയേൽ യുദ്ധം നിർത്താത്തത് എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്രയേൽ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ഭൂവിഭാഗങ്ങൾ ഇസ്രയേലിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കണം. ഇപ്പൊ ഗാസ മുനമ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇനി ഉണ്ടാവില്ല. ഗാസ ഇസ്രയേലിന്റെ ഒരു സ്റ്റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജില്ലയായിട്ട് മാറും. ഗോലാൻ കുന്നുകൾ പിടിക്കേണ്ടിടത്തോളം പിടിക്കും, എടുക്കേണ്ടിടത്തോളം എടുക്കും. അതുപോലെ ഏതൊക്കെ രാജ്യത്തേക്ക് കടന്നു കയറി എത്രയൊക്കെ പ്രദേശങ്ങൾ ഇസ്രയേലിന്റെ ഭാഗമായിട്ട് അടയാളപ്പെടുത്തി സ്വന്തമാക്കണം. ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ വെടിയും പടയൊന്നും കേൾക്കുന്നില്ല അവിടുന്ന്. പിന്നെ ഇവരെന്താ അവിടെ ചെയ്യുന്നത്? അവര് ഫ്ലാറ്റ് പണിതുകൊണ്ടിരിക്കുക. ഇസ്രയേലുകാർ ഫ്ലാറ്റ് പണിതുകൊണ്ടിരിക്കുക. എന്തിനാ ഫ്ലാറ്റ് പണിയുന്നത്? ഇന്നലെ വരെ ശത്രുവിന്റെ കയ്യിലായിരുന്ന ഫ്ലാറ്റുകൾ പണിത് പൊക്കി അവിടെ ശരിക്കും ഈ യഹൂദന്മാരെ കൊണ്ടുപോയി താമസിപ്പിച്ച് ആ പ്രദേശം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഈ തരത്തിലുള്ള ഒരു യുദ്ധം എന്നാണോ നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഇസ്രയേലിന് ആവശ്യത്തിനുള്ള ഭൂവിഭാഗം ചുറ്റുമുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അക്വയർ ചെയ്ത് ഇനി മതി എന്ന് തോന്നുന്നത് വരെ ഈ യുദ്ധം മുന്നോട്ട് പോകും. ഇനിയിപ്പോ ട്രംപ് അധികാരത്തിലൂടെ വരുന്നതോടുകൂടി ഇത് വളരെ വേഗം പൂർത്തിയാകും. അങ്ങനെ പഴയ ഇസ്രയേൽ പുനഃസ്ഥാപിക്കും. ചുറ്റും യുദ്ധത്തിന് വന്ന മുസ്ലിം രാജ്യങ്ങൾക്കൊക്കെ അവരുടെ ഭൂവിഭാഗങ്ങൾ നഷ്ടപ്പെടും. ആത്യന്തികമായി ഇനി ഒരു കാലത്തും ഒരു രാജ്യവും ഇസ്രയേലിനെ കയറി അടിക്കാൻ ധൈര്യപ്പെടാത്ത വിധം അടിച്ച് നിരപ്പാക്കിയിട്ടായിരിക്കും ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുക. ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സാർ, വേറെ എന്തെങ്കിലും വിട്ടുപോയതിട്ടുണ്ടോ? നമ്മുടെ ട്രൂഡോയുടെ വിഷയം എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇതിൽ നിന്ന് ഒറ്റ കാര്യമേ ഉള്ളൂ. ഏറ്റവും പെട്ടെന്ന് പാഠം പഠിക്കേണ്ടത് നമ്മുടെ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയാണ്. ബംഗ്ലാദേശ് ഭരണം ഇപ്പൊ നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യവും ഇറാൻ ആണെങ്കിലും കാനഡ ആണെങ്കിലും നല്ലൊരു സൂചനയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പെട്ടെന്ന് ഭാരതവുമായിട്ട് കോംപ്രമൈസ് ആവുകയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു പീഡനം, ന്യൂനപക്ഷ പീഡനം അവസാനിപ്പിക്കുകയും ചെയ്യാൻ തയ്യാറായാൽ ഒരുപക്ഷെ ബംഗ്ലാദേശ് ബാക്കി വരും. ഇല്ലെങ്കിൽ ട്രംപ് പറഞ്ഞ പോലെ ഇന്ത്യയിലെ
28 കഴിഞ്ഞ് 29ാമത്തെ സംസ്ഥാനമായിട്ട് ഈ ബംഗ്ലാദേശിനെ ഇങ്ങനെ പിടിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇപ്പം ഇന്ത്യ ഭരിക്കുന്നത് അങ്ങനെ ഒരാളാണ്. ഓക്കെ, എന്തായാലും ഈ പറയുന്ന പോലെ ഭാരതത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് ഭാരതത്തിന്റെ ഉപ്പും ചോറും ഇവിടെ ഇത് തിന്നുകൊണ്ട് സകല ആനുകൂല്യങ്ങളും പറ്റി, അതല്ലെങ്കിൽ എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതെല്ലാം നക്കി തിന്നുകൊണ്ട് ഈ ഭാരതത്തിനെതിരെ കുരയ്ക്കുന്ന അവന്മാർ ഏതവനായാലും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, കേരളത്തിലെ 10,000-ത്തിലധികം വരുന്ന മലയാളികൾ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർക്ക് പണം അയച്ചവന്മാർ പൂർണ്ണമായിട്ട് പെട്ടു എന്നുള്ളൊരു വാർത്തയും, പിന്നെ കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഭരണാധികാരിയായിരുന്ന ട്രൂഡോയുടെ ആ പതനവും, ഈ രണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ നിനക്കൊക്കെ നന്ദി എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം അറബ് രാജ്യങ്ങളിൽ ഇരുന്ന് ഭാരതത്തെ എന്തും ചെയ്ത് കളയാം, മൂക്കിൽ അങ്ങോട്ട് നരേന്ദ്രമോദിജിയെ വലിച്ചു കളയാം എന്ന് പറഞ്ഞു നടക്കുന്ന ഇവിടത്തെ ഈ പറയുന്ന തീവ്രവാദികൾ, ഇസ്ലാമിക തീവ്രവാദികൾ, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊന്നും പച്ചയ്ക്ക് പറയാൻ പറ്റില്ല, അതിലേക്ക് വിട്ടുകൊണ്ട് മുസ്ലിം തീവ്രവാദികൾ എന്ന രീതിയിൽ തന്നെ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഇവർക്കുള്ള കട്ടയ്ക്കുള്ള മറുപടി നരേന്ദ്രമോദിജി കൊടുത്തത് ഓരോ മലയാളിക്കും, ഓരോ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ ദേശസ്നേഹിക്കും അഭിമാനിക്കാനുള്ള, ആഹ്ലാദിക്കാനുള്ള, ആഘോഷിക്കാനുള്ള വക തന്നെയാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഈ സെഷൻ ജയസൂര്യൻ സാറിന്റെ പെർമിഷനോടുകൂടി തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വിഷയവുമായി നാളെ സന്ധിക്കും വരെ വണക്കം, നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാനും ജാമിദ ടീച്ചറൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 2 മാസത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നവർ കടമായിട്ട് തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും. പക്ഷെ അതിലേക്ക് ഒരുപാട് ആളുകൾ കടമായിട്ടല്ലാതെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബന്ധുക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഈ ചാനൽ മേഖലയിലുള്ള അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ സംഘബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുറത്ത് ഒരാളോട് ഒരു രൂപ കടം ചോദിക്കാനോ അതല്ലെങ്കിൽ ഒരു രൂപ സഹായിക്കണമെന്ന് പറയാനോ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് മാത്രമേ നമ്മൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളൂ എന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നതൊക്കെ പെറ്റു വളർന്ന് ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ആ ഒരു ശത്രുത മനോഭാവം എന്നറിയാമല്ലോ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ തന്നെയാണ്, സംഘബന്ധുക്കൾ തന്നെയാണ് എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ. അതുകൊണ്ട് എനിക്കൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് മാത്രമാണ് അഭ്യർത്ഥിക്കുക. അപ്പോൾ ജാമിദ ടീച്ചറും തന്നെ എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചറും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൈജുവിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ്. എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എന്റെ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ജാമിദ ടീച്ചറും കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയാം, എനിക്ക് എന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ, അത് സഹായമായാലും അപേക്ഷയായാലും എല്ലാം എനിക്ക് വെക്കാനുള്ളത് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലാണ്. കാരണം എന്റെ സുഹൃത്തുക്കളായാലും എന്റെ ബന്ധുക്കളായാലും അതെല്ലാം എന്റെ ഈ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അതിലേക്ക് എന്റെ ബന്ധുക്കളായാലും എന്റെ സുഹൃത്തുക്കളായാലും എന്നെ വിട്ടുപോയത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ ആദ്യ കമന്റ് വാച്ച് ചെയ്യുക, ആദ്യം പിൻ ചെയ്ത് വെച്ച കമന്റ് നോക്കുക എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.